Hi friends, welcome to my channel. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കിഡിലൻ മട്ടൺ റോസ്റ്റുമായിട്ടാണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മട്ടൺ റോസ്റ്റാണിത്. മട്ടൺ ഇഷ്ടമില്ലാത്തവർക്ക് പോലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ എന്തായാലും ഇഷ്ടപ്പെടും, ഉറപ്പാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ മട്ടൺ ഒന്ന് വേവിച്ചെടുക്കുക. അതിനായി ഞാൻ 1 കിലോ മട്ടൺ കഴുകി വൃത്തിയാക്കിയത് ഒരു കുക്കറിലേക്ക് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഞാൻ 5 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ചതച്ച് വെച്ചിരുന്നു. അതിൽ നിന്ന് പകുതിയാണ് ഇപ്പോൾ ചേർക്കുന്നത്, പകുതി നമുക്ക് പിന്നെ ചേർക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു പച്ചമുളക് നടുകെ കീറിയത്, പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായി മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം അല്പം മതി, ഇത്രയും വേണമെന്നില്ല, കുറച്ച് വെള്ളം മതി. മട്ടനിൽ നിന്ന് തന്നെ നല്ലോണം വെള്ളം ഇറങ്ങി വരും. ഇതിനി വേവിച്ചെടുക്കാം. ഒരു 5 വിസിലിനാണ് ഞാൻ ഇപ്പോൾ വേവിച്ചത്. അപ്പോഴേക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട്. മട്ടൺ വേവുന്ന സമയം കൊണ്ട് ഉള്ളിയൊക്കെ അരിഞ്ഞെടുക്കാം. ഞാനിവിടെ 2 മീഡിയം സൈസുള്ള ഉള്ളി എടുത്തിട്ടുണ്ട്, അത് ചെറുതായി കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു വലിയ തക്കാളി, 2 പച്ചമുളക്, ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചത്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 5 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ചതച്ചെടുത്തതാണ്. അതിൽ നിന്നായിരുന്നു കുറച്ച് നേരത്തെ മട്ടൺ വേവിക്കുന്ന സമയത്ത് ഉപയോഗിച്ചിട്ടുള്ളത്. പൊടികളൊക്കെ ഞാൻ ഓരോന്നായി ചേർക്കുന്ന സമയത്ത് പറഞ്ഞുതരാം. ഇനി ഒരു പാന് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണയിൽ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്, അപ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ്. ഞാനിപ്പോൾ ഓയിലാണ് ഉപയോഗിച്ചത്. ഓയിലൊന്ന് ചൂടായതിന് ശേഷം ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും പച്ചമുളകും ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം പട്ട ചേർക്കുന്നുണ്ട്, ചെറിയൊരു പീസ് മതി, കൂടുതൽ വേണ്ട. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ പച്ചമണം മാറിയതിന് ശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. ഈ സവാള ഇനി നല്ലപോലെ സോഫ്റ്റായി വരണം. അതിന് ശേഷമാണ് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഒന്ന് അടച്ചു വെച്ചൊക്കെ വേവിച്ചെടുക്കുകയാണ്. ഈ സമയത്ത് തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കുന്നുണ്ട്. ഉള്ളി ഒന്ന് സോഫ്റ്റ് ആയതിനു ശേഷം 1/2 ടീസ്പൂൺ മുളക് പൊടി, 2.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല ഇവയെല്ലാം ചേർക്കാം. എന്നിട്ട് നല്ലപോലെ പൊടിയുടെ പച്ചമണം മാറുന്നവരെ ഇളക്കി കൊടുക്കണം. ഇതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഒന്നുകൂടെ നല്ലപോലെ സോഫ്റ്റായി വരണം. ഉള്ളി ചേർത്ത സമയത്ത് തന്നെ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു വലിയ തക്കാളി ചേർക്കാം. ചെറുതായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. തക്കാളിയും ചേർത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. ഈ തക്കാളി നല്ലപോലെ ഒന്ന് വെന്ത് കിട്ടണം. ഇതൊക്കെ കണ്ടില്ലേ, എണ്ണയൊക്കെ നല്ലോണം തെളിഞ്ഞു വന്നിട്ട് തക്കാളിയൊക്കെ നല്ലപോലെ വെന്തും വന്നിട്ടുണ്ട്. ഈ സമയത്ത് മട്ടൺ ചേർത്ത് കൊടുക്കാം. മട്ടൺ നമ്മൾ വേവിച്ചതിൻ്റെ വെള്ളം ഫുള്ളായിട്ട് ചേർക്കുന്നില്ല, ഇപ്പോൾ കുറച്ച് മാത്രമേ ഞാൻ ചേർത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ മൊത്തമായിട്ട് ചേർക്കാം. ഞാൻ ഇപ്പോൾ ഇവിടെ ഡ്രൈ ആക്കിയാണ് എടുക്കുന്നത്, അതുകൊണ്ട് അധികം ചേർക്കുന്നില്ല. ഇതൊന്നുകൂടെ നമുക്ക് അടിച്ചു വെച്ച് വേവിച്ചെടുക്കാം. എന്നാലേ ഇതിൻ്റെ ഗ്രേവിയൊക്കെ മട്ടണിലേക്ക് നല്ലപോലെ ഒന്ന് പിടിച്ച് കിട്ടുള്ളൂ. അപ്പോൾ നല്ലപോലെ ഒന്നുകൂടി വേവിച്ചെടുക്കണം. ഇതൊന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർക്കുന്നുണ്ട്. ഉപ്പ് കുറച്ച് കുറവായിരുന്നു. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. ഇതിലുള്ള വെള്ളമൊക്കെ ഞാനിപ്പോൾ ഇവിടെ വറ്റിച്ചെടുക്കുകയാണ്. നിങ്ങൾക്ക് ഇത്രയും ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ ഈ എണ്ണ ഒന്ന് തെളിഞ്ഞ് വന്നതിന് ശേഷം തീ ഓഫ് ചെയ്യാം. ഞാനിപ്പം കുറച്ചുകൂടി വെള്ളം വറ്റിച്ചെടുക്കുന്നുണ്ട്. ഇത് മട്ടൺ റോസ്റ്റ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല സെറ്റായി വന്നു. കണ്ടിട്ട് തന്നെ കഴിക്കാൻ തോന്നില്ലേ? ഇത് പൊറോട്ടയുടെ കൂടെയോ പത്തിരി
വെള്ളപ്പം അങ്ങനെ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. ഗീ റോസ്റ്റിൻ്റെ കൂടെയൊക്കെ കഴിക്കാം. എല്ലാത്തിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തുമാവട്ടെ, അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഇഷ്ടപ്പെട്ടാലും അതൊക്കെ കമൻ്റായിട്ട് എന്നെ അറിയിക്കണം. അതുപോലെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താഴെ കാണുന്ന റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഒരു ബെല്ലൈക്കൺ കാണാം. ആ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുന്ന സമയത്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടെ ഒന്ന് കൊടുക്കണം. എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അടുത്തൊരു കിടു വീഡിയോയുമായി കാണാം. ബൈ.